എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിലെ അനു അയച്ചു തന്നാണ്. അനുഭവമല്ല, ഒരു പ്രാർത്ഥന കൂടിയാണ്. നിങ്ങളോട് പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു കുറേ 3 വർഷമായിട്ട് മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് കൃത്യമായിട്ട് വ്രതമൊക്കെ എടുത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുമ്പ ട്രസ്റ്റിൽ അവിടെ ജോലിക്ക് അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു. അവർ ഫോം ഈ അടുത്ത് ഇൻ്റർവ്യൂ നടക്കുമ്പം ഫോം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന ഫലം കണ്ടു എന്നുള്ളതാണ് അനു പറഞ്ഞിട്ടുള്ളത്. അത് അനു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും പ്രാർത്ഥനയായിരുന്നു. ദിവസവും മാല കിട്ടുമായിരുന്നു, ജപമാല. അങ്ങനെ പിന്നെ കൂടാതെ നേരത്തെ പറഞ്ഞ മാതിരി മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി എന്നാണ് അനു നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പിന്നെ ചാനൽ കാണുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഡെഡിക്കേഷനോടെ തന്നെ ചെയ്യുക. മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് കൃത്യമായിട്ടും വ്രതത്തോടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമെന്ന് അനു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുള്ള ആളുകൾ പറയുമ്പോൾ നമുക്ക് അത് എടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളിൽ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാം. എങ്കിലും ചെയ്യാത്ത വെറുതെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കും ഒരു പ്രചോദനമാവട്ടെ അല്ലേ, നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് തന്നെ. ഹരേ കൃഷ്ണ.